പതുപോലെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, യു എസ് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും വളരെ വ്യക്തമായിട്ടൊരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ചിപ്പ് മേക്കിംഗ് കമ്പനികളുടെ കുതിപ്പ് യാതൊരു തടസ്സവുമില്ലാതെ തുടരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പിൻബലത്തിൽ S&P 500 സൂചികയും നാസ്ഡാക്ക് സൂചികയും വളരെ വ്യക്തമായിട്ട് മുന്നേറുകയും വീണ്ടും റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഒപ്പം ഇന്നിപ്പോൾ CPI കണക്കുകൾ വരാനിരിക്കുകയാണ്. CPIയിൽ ഒരു മാർജിനലായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ജെറോം പവലിൻ്റെ ടെസ്റ്റിമോണിയിൽ ഉണ്ടായിരുന്നു. ഡേറ്റകളൊക്കെ ഗുഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നിയർ ടൈമിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ്. ഇന്നലെ ആയിരുന്നു നമുക്ക് വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. സോ അമേരിക്കൻ മാർക്കറ്റ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി സ്ട്രോങ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ്. ആദ്യത്തെ 39,850, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 40,150 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം കാണുന്ന മേജർ റെസിസ്റ്റൻസ് 40,400 പോയിന്റ്. സോ അമേരിക്കൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സ്റ്റോക്സിൽ ഒന്നും തന്നെ ഇനി നമ്മൾ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വീണ്ടും ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഏത് മേജർ അമേരിക്കൻ ടെക്നോളജി സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ പോസിറ്റീവ് ക്ലോസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ മുതലായ സ്റ്റോക്സിലൊക്കെ അമേരിക്കൻ വിപണിയിൽ നമുക്ക് ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഡോബയുടെ കേസിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. അഡോബയുടെ കേസിൽ എനിക്ക് കാണാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് $568. $568 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് $20 മുതൽ $40 നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നൽകാൻ ചാൻസ് ഉണ്ട്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിന് വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ക്രൂഡിൽ ഏകദേശം 1% നേട്ടത്തിലേക്കാണ് വഴുതി മാറിയിരിക്കുന്നത്. WT ക്രൂഡിലേക്ക് എത്തുമ്പോൾ 0.83% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ബ്രെൻഡും ഏകദേശം സമാനമായിട്ടൊരു നേട്ടം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ അവസാന മണിക്കൂറിൽ $80 വരെ ഇടിയുന്നൊരു സ്ഥിതിയും കണ്ടിരുന്നു. അവിടെ നിന്നൊക്കെ റിക്കവറി സാധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കമ്മോഡിറ്റികൾ ക്രൂഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഇനി ഒരു നിക്ഷേപകൻ ക്രൂഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്? സോ ക്രൂഡിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 6 സെഷൻസിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാമായിരുന്നു. ആൻഡ് ഇന്നലത്തെ ആ ഒരു പോസിറ്റീവ് ക്ലോസിനെ തുടർന്ന് നമുക്ക് ആ ഒരു കറക്ഷൻ ഫേസ് അവസാനിച്ചു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $80.50 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം. ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് $84, അതിനുശേഷം $85, $86.50. ഇതായിരിക്കും WTI ക്രൂഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്. സ്വർണത്തിലേക്ക് എത്തുകയും സ്വർണവും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. ഇന്നലത്തെ ഒരു വ്യാപാരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ $2,391 എന്നൊരു നില വരെ, ട്രോയ് ഔൺസിൽ എന്നൊരു നില വരെ ഉയരുന്നൊരു സ്ഥിതിയും കണ്ടിരുന്നു. എന്നാൽ അതിൽ നിന്ന് പിന്നീട് നേരിയ തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ $2,383 എന്നൊരു നിലയിലാണ്, $83.8 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഗോൾഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പ്രധാന സൈക്കോളജിക്കൽ ലെവലായ $2,400 ഗോൾഡ് നടന്നെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ സ്വർണ്ണത്തിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ആൻഡ് നമ്മൾ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ആൻഡ് കഴിഞ്ഞ 2 സെഷന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് സ്വർണ്ണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ $2,355 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 2 മേജർ റെസിസ്റ്റൻസ് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ആദ്യത്തെ 2,410,
അതിനെ തുടർന്ന് 2425, അതിനെ തുടർന്ന് $2430. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുമ്പോൾ ആഭ്യന്തര വിപണിയിൽ ഇന്നലെ തുടക്ക വ്യാപാരത്തിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. 24,461.05 എന്ന നിലവരെ ഉയരാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് സൂചികയിൽ രേഖപ്പെടുത്തിയിരുന്നത്. പ്രധാന സപ്പോർട്ടായിട്ട് പല അനലിസ്റ്റുമാരും കണക്കാക്കിയിരുന്ന 24,150 കൈവിട്ടുകൊണ്ട് 24,141.8 എന്ന നിലവരെ ഇടിയുന്നൊരു സ്ഥിതിയുമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പോലെ വ്യാപാരത്തിൻ്റെ അവസാന 1 മണിക്കൂറിൽ ഈ ഒരു നഷ്ടത്തിൽ ഒരു പരിധിവരെ റിക്കവർ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,324.45 എന്ന നിലയിലാണ്. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി കൂടിയാണ്. ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 23,900 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ഒരു ബെയറിഷ്നെസ്സിലോട്ട് വഴിമാറാൻ പോകുന്നുള്ളൂ. മൈ എക്സ്പെക്ടേഷൻ നിഫ്റ്റി അറൌണ്ട് കറന്റ് ലെവൽസ് ഒരു കൺസോൾട്ടേഷനിലോട്ട് വഴിയൊരുങ്ങാൻ സാധ്യതയുണ്ട്. ആ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും വീണ്ടും നമുക്ക് ശക്തമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണമെങ്കിൽ 24,500 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റി ബാങ്കിൽ ഇന്നലെ വളരെ ശക്തമായിട്ട് ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുന്നത്. തുടർച്ചയായിട്ടുള്ള 3-ം ദിവസമാണ് ഇത്തരത്തിലൊരു ഇടിവ് രേഖപ്പെടുത്തി നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 0.7% ഇടിവ് രേഖപ്പെടുത്തി 52,189.3 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും 52,000 എന്നൊരു നില സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ദ ഡേ നിഫ്റ്റി ബാങ്കിങ് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ ഏതെങ്കിലും ഓഹരികൾക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം കാണുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ട്രേഡിംഗിൽ കാര്യമായിട്ട് ഒരു ലോ റിസ്ക് ബൈങ് ബാങ്കിങ് മേഖലയിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട 52,100 പോയിന്റിന്റെ സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് അടുത്ത 4-5 സെഷൻസിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കും. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 52,800. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും മേജർ ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും ബാങ്കിങ് മേഖലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് കേരള ബേസ്ഡ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്ക് ഞാനത്തെ ട്രേഡിംഗിലായിരുന്നു നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയത്. മൈ എക്സ്പെക്ടേഷൻ കറന്റ് ലെവൽസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡിംഗ് അവസരം കാണുന്നുണ്ട്. കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 182 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 190 രൂപ, അതിനുശേഷം 195, അതിനുശേഷം 198 രൂപയോ ആയിരിക്കും. ഇന്നലെ നിഫ്റ്റിനെ ട്രാക്ക് ചെയ്തതിൽ നിഫ്റ്റി ബാങ്കിനോടൊപ്പം തന്നെ പങ്കുവഹിച്ച മറ്റൊരു സൂചിക എന്നത് നിഫ്റ്റി IT തന്നെയാണ്. നിഫ്റ്റി IT സംബന്ധിച്ച് ഇന്നിപ്പോൾ മാർക്കറ്റ് അവേഴ്സിന് ശേഷം TCSന്റെ റിസൾട്ട് വരുന്നു. ഇതോടുകൂടി നിഫ്റ്റി 50 കമ്പനികളുടെ റിസൾട്ട് സീസൺ, ജൂൺ പാദത്തിന്റെ റിസൾട്ട് സീസൺ ഇവിടെ ഇന്നിപ്പോൾ ആരംഭമാവുകയാണ്. നിഫ്റ്റി IT സൂചികയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി IT 1%-ലധികം ഇടിവ് രേഖപ്പെടുത്തിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഓഹരികളിലെല്ലാം തന്നെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. 2 ഓഹരികൾ മാത്രമാണ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ നിലനിർത്താൻ സാധിച്ചിരിക്കുന്ന. മറ്റ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള എല്ലാ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി IT സൂചികയിലുള്ള തങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി IT ഇൻഡെക്സ് അല്ല പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഒരു സെല്ലിംഗ് നേരിട്ടിരുന്നു. പക്ഷെ അത് ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ നിഫ്റ്റി IT ഇൻഡെക്സ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 4-ാം തീയതി ഇതിന്റെ ഒരു ലോവസ്റ്റ് ലെവൽ 31,320 പോയിന്റ് ആയിരുന്നു. ആൻഡ് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ട്രേഡിംഗ് അവസാനിക്കുന്ന സമയത്ത് ഇതിന്റെ ഹയസ്റ്റ് ലെവൽ 37,949. അതായത് നമുക്ക് ഓൾമോസ്റ്റ് 600-700 പോയിന്റ്സിന് നേട്ടം നമുക്ക് IT ഇൻഡെക്സിൽ നിന്നും പെട്ടെന്ന് തന്നെ ലഭിച്ചിരുന്നു. ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ അടുത്ത 2-3 സെഷനിലെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 37,830 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റി IT ഇൻഡെക്സിൽ നമുക്കൊരു വലിയ മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കരുതണം. ദിസ് ഇസ് ദ റിസൾട്ട് സീസൺ. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത്
ഈ സ്റ്റോക്സിലൊക്കെ വോളറ്റിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റോക്സ് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് IT മേഖലയിൽ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. നിഫ്റ്റി IT സൂചികയിൽ ഇന്നലെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്തിരിക്കുന്ന ഒരു ഹെവി വെയിറ്റ് ഓഹരി എന്ന് പറയുന്നത് TCS തന്നെയാണ്. TCSനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റിസൾട്ടുകളൊക്കെ വരാനിരിക്കുകയാണ്. എന്നാൽ ഓഹരിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മാർച്ചിൽ ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു ഗ്യാപ്പ് ഇതുവരെയും ഫില്ല് ചെയ്യാനായിട്ട് TCSന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് TCS നമുക്ക് വ്യാപാരം നടന്നു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. TCSലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? TCSന് 2 മേജർ സപ്പോർട്ട്സ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 3880 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ സപ്പോർട്ട് 3760. എനിക്ക് തോന്നുന്നില്ല ഈ 2 സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. മൈ എക്സ്പെക്ടേഷൻ അടുത്ത 3-4 സെഷൻസിൽ ഈ സ്റ്റോക്ക് ആ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും, ലോ റിസ്ക് ആയിട്ട്. ബട്ട് ഇന്നത്തെ ട്രേഡിംഗിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ലെറ്റ് ദ സ്റ്റോക്ക് സെറ്റിൽ ഡൗൺ. അതിനോടൊപ്പം തന്നെ ഇന്നലെ നിഫ്റ്റിയിൽ ശക്തമായിട്ടൊരു സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് FMCG സെഗ്മെന്റ് എന്നുള്ള ബ്രിട്ടാനിയ തന്നെയായിരുന്നു. ബ്രിട്ടാനിയയിൽ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു രേഖപ്പെടുത്തുന്നത്. ഏകദേശം 1.5% നേട്ടം നൽകാനായിട്ട് ബ്രിട്ടാനിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ടൊരു സൈഡ് വേസ് പാറ്റേണിലായിരുന്ന ഓഹരിയായിരുന്നു ബ്രിട്ടാനിയ എന്ന് പറയുന്നത്. ബ്രിട്ടാനിയയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ബ്രിട്ടാനിയ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബ്രിട്ടാനിയ ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ് ലോങ് പൊസിഷൻ. വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. ഇന്നലെ ഇൻഫാക്ട് ബ്രിട്ടാനിയയോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലും നമുക്ക് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. നെസ്ലെ ഇന്ത്യയിൽ ഒരു വളരെ പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ക്ലോസിംഗ് സമയത്ത് ആകുമ്പോഴേക്കും ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ITCയുടെ കേസിൽ ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് മൂവ്മെന്റ്. മാരിക്കോയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. ഗോദ്രേജ് CPയുടെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നൽകിയത്. ബട്ട് ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണുന്നില്ല. എങ്കിലും ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ ഇന്നലെ ഒരു അല്പം വോളറ്റിലിറ്റി കണ്ടെങ്കിലും വീണ്ടും ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1160 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ ഒരു നല്ല മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 1170, 1190, അതിനുശേഷം 1200 രൂപയോ ആയിരിക്കും. പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട്. അതിലാദ്യമേ അനീഷ് KB എന്ന പ്രേക്ഷകൻ മനാലി പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ഇത്. ഇന്നലെ 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. മനാലി പെട്രോ കെമിക്കൽസ് ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? മണാലി പെട്രോ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ജൂൺ 4-ാം തീയതിക്ക് ശേഷം 70 രൂപയിൽ നിന്നും ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും 102 രൂപ, 104 രൂപ 95 പൈസ വരെ ഈ സ്റ്റോക്ക് കഴിഞ്ഞ 35 ദിവസത്തിനിടെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. സോ യെസ്റ്റർഡേസ് ഫാൾ ഇസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 92 രൂപ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സന്തോഷ് എന്ന പ്രേക്ഷകൻ IFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു കമന്റ് എന്താണ്? സോ IFCIയുടെ കേസിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോൾ ഇറ്റ് ഇസ് എ ട്രെൻഡിങ് സൈഡ് വേസ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 59 രൂപ. 59ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ലോങ് പൊസിഷൻസ് ഒക്കെ തന്നെ ക്ലോസ് ചെയ്യണം. നമുക്കൊരു പുതിയ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പുതിയ ബൈയിങ് പൊസിഷൻ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 66 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. തോമസ് ജോൺ എന്ന പ്രേക്ഷകൻ IREDയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IREDയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്?
അണ്ടർടോൺ ഇസ് വെരി ബുള്ളിഷ്. സ്റ്റോക്ക് മിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. നമ്മളൊരു പ്യോർ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 255 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 255 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 മുതൽ 20 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 225 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ RVNL-മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. RVNL-ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? RVNL അഗെയിൻ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത. റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായിരുന്നു ക്ലോസിംഗ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് ലെവൽ 530 രൂപയിലായിരിക്കണം. മറ്റൊരു പ്രേക്ഷകൻ മണപ്പുറം ഫൈനാൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ 3% നേട്ടം രേഖപ്പെടുത്തുകയും പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മണപ്പുറം ഫൈനാൻസിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? അണ്ടർടോൺ വീണ്ടും വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. മണപ്പുറത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ ബുള്ളിഷ്. നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് 203 രൂപയിലായിരിക്കണം. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 218 രൂപ, അതിനുശേഷം 225, 230, 240. റഷീദ് എന്ന പ്രേക്ഷകൻ വിപ്രോയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വിപ്രോ ഇന്നലെ 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിപ്രോയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വിപ്രോയുടേത് ഈസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. പക്ഷേ നമ്മൾ ഇന്ന് നേരത്തെ TCS-നെ കുറിച്ച് സംസാരിച്ചിരുന്നു, IT ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എ കൺസോൾട്ടേഷൻ ഫേസ്. നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ലോങ് പൊസിഷൻ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 527 രൂപയിലായിരിക്കണം. പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് 545 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ IRB ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. രാജേഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. 1% നേട്ടത്തിലായിരുന്നു IRB ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. IRB-യിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? IRB ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 70 രൂപ 25 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ ഒരു 5 മുതൽ 7 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സെബിൻ എന്ന പ്രേക്ഷകൻ സുല വയനാട്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.25% ഉയർന്നിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുല വയനാട്സിലുള്ള താങ്കളുടെ ഒരു കമന്റ് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സുല വൈനാഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം അറ്റ് ദ മൊമെന്റ് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 540 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ദേവദാസ് എന്ന പ്രേക്ഷകൻ എക്സിക്കോം ടെലിസിസ്റ്റം ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. എക്സിക്കോം ടെലിസിസ്റ്റംസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ എക്സിക്കോം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് അതിനുശേഷം തുടർച്ചയായിട്ട് നേട്ടം നൽകിയ ഒരു IPO സ്റ്റോക്കാണ് എക്സിക്കോം. അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് കറക്ഷൻ. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 390 രൂപ നമ്മൾ സ്റ്റോപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ തിരിച്ച് റിക്കവറി വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 480, അതിനെ തുടർന്ന് 500, 520. ഒന്നിലധികം പ്രേക്ഷകർ ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ ഇന്നലെ 2% ഇടിവ് രേഖപ്പെടുത്തിയിട്ട് 168.2 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ സ്റ്റീലിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ലോങ് ടേം ട്രെൻഡ് ടാറ്റ സ്റ്റീൽ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ച കണ്ടിരിക്കുന്ന ഇടിവ് കറക്ഷനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബെയറിഷ്. ടാറ്റ സ്റ്റീലിൽ നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്പം റിസ്കി ആയിരിക്കും. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 166 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് കൺഫേംഡ് ആയിട്ട് ബെയറിഷായി മാറും. രാജേഷ് കുമാർ എന്ന പ്രേക്ഷകൻ യൂണിയൻ ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു കമന്റാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? So Union Bank undertone is bearish, long term and short term trend രണ്ടും bearish ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്ക് 146 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറാൻ പോകുന്നുള്ളൂ. ലോങ് പൊസിഷൻസ് അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സീന കെ പി എന്ന പ്രേക്ഷക ഹെറിറ്റേജ് ഫുഡ്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.25% നേട്ടത്തിൽ 554.8 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഹെറിറ്റേജിന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിലായി 300 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ഓൾമോസ്റ്റ് 100% നേട്ടമായിരുന്നു ജൂൺ മാസം ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് നൽകിയത്. അതിന് ശേഷം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എ കറക്ഷൻ. ഈ സ്റ്റോക്കിന്റെ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്ന ഒരു സ്റ്റോക്ക് ഹെറിറ്റേജ്. ഹെറിറ്റേജിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 470 രൂപ. സോ വി ഹാവ് ടു സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ എ സ്റ്റോപ്പ് ലോസ് അറ്റ് 470. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 580 റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. 580 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 600, അതിനുശേഷം 630, അതിനുശേഷം 660. ഒന്നിലധികം പ്രേക്ഷകർ IOCയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.25% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ജൂലൈ 12 ആണെന്നൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. IOCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IOC ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 മാസമായിട്ട് സൈഡ് വേസ് കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 145 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ബൈയിങ് ട്രിഗർ ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 178 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒന്നിലധികം പ്രേക്ഷകർ കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു അനാലിസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാസ്ട്രോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കാസ്ട്രോൾ ഇന്ത്യ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ്. എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോക്ക് കാസ്ട്രോൾ ഇന്ത്യ. ആൻഡ് കഴിഞ്ഞ 3 സെഷൻസിൽ ഒരു നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 237 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 263 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 270, അതിനെ തുടർന്ന് 285, അതിനുശേഷം 300 രൂപയോ ആയിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ഈസ്മൈ ട്രിപ്പുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈസ്മൈ ട്രിപ്പ് ഇന്നലെ 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈസ്മൈ ട്രിപ്പിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈസ്മൈ ട്രിപ്പിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ ട്രേഡിംഗിൽ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ലോ റിസ്ക് അവസരം കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് 44 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. ജോർജ് ജോസഫ് എന്ന പ്രേക്ഷകൻ നൈക്കയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു കമന്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നൈക്കയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? സോ നൈക്ക മാർച്ച് മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് മാറിയിരിക്കുന്നു. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ അറ്റ് ദ മൊമെന്റ് ഒരു അവസരവും കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 162 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 187 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒപ്പം തന്നെ സന്ദീപ് എന്ന പ്രേക്ഷകൻ LICയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. LIC ഇന്നലെ 1.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. LICയിൽ ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ LIC വീണ്ടും മാർച്ച് മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിരിക്കുന്നത്. ബട്ട് നമുക്കൊരു ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1085 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം.
ഗഫാൻ എന്ന പ്രേക്ഷകൻ M&Mമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്നലെ 6.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്നലത്തെ ആ ഒരു ഇടിവിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ഒരു ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. 2650 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഈ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോക്ക് 2955 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ നെറ്റ്വെബ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നെറ്റ്വെബ് ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? So NetWeb Technologies in the long and short term trend both are bullish. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം തുടർച്ചയായിട്ട് നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ് നെറ്റ്വെബ് ടെക്നോളജി. ബട്ട് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നോക്കുമ്പോഴേക്കും അല്പം സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2500 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ടൊരു കമന്റ് കൂടി എത്തിയിട്ടുണ്ട്. ടാറ്റ എലക്സിയിലുള്ള ഒരു വ്യൂ കൂടി പറയാമോ? ടാറ്റ എലക്സി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 7255 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 7500 അതിനെ തുടർന്ന് 7700 രൂപയിലും ആയിരിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.